ഹലോ. അപ്പൊ നമ്മളങ്ങനെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത് നമ്മുടെ വീഡിയോ അഖണ്ഡ 2, അതായത് നമ്മളെ ബാലയുടെ മൂവി ആയിട്ടുള്ള അഖണ്ഡ. ഫസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, അതിന്റെ ടീസർ ഒന്നും, ഞാൻ ട്രെയിലറോ പടം ഒന്നും കണ്ടിട്ടില്ല. അഖണ്ഡ ഫസ്റ്റ് ഇട്ടാ. അഖണ്ഡ 2ന്റെ ഒരു ട്രെയിലറാണോ ടീസറാണോ അത് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് റിയാക്ട് ചെയ്യാം. എങ്ങനെ ഉണ്ട് നമ്മളെ ബാലയുടെ. ഞാൻ ബാലയുടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് തോന്നുന്നു നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സംശയമാണ്. ബാലയുടെ നമ്മുടെ ഈ ഒരു അഖണ്ഡ 2ന്റെ ടീസർ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം, അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ആളിപ്പോ ലാസ്റ്റ് ആണോ എന്നറിയില്ല, കുറച്ച് മുന്നേ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു പടമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ BGM കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അടിപൊളി BGM ആണ് തമന്നസ് ചെയ്ത. അതില് അതുപോലത്തെ ഒരു തിയേറ്റർ റിയാക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ആ BGM ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ബാലയ്യ ഒരു കുതിരപ്പുറത്തൊക്കെ വരുന്ന രീതിയിലൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോ അത്യാവശ്യം ട്രോളുകളൊന്നും വരാത്ത ഒരു അടിപൊളി പടമാണെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഡാക്കു മഹാരാജ്. അഖണ്ഡ 2 എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഇതാണ് നമ്മളോട് എടുത്തു വെച്ചിട്ടുണ്ട്. मैं निकला ओ गड्डी लेके ओ रस्ते पर एक मोड़ आया मैं उसके दिल छोड़ आया Red Bull gives you wings. छोड़ आया मैं ഓക്കെ ഓക്കെ അപ്പൊ നമ്മളങ്ങനെ പ്ലേ ചെയ്യാൻ പോവാണ്. വരുന്നുണ്ട്. ഏതാ സാധനം? എന്റെ മോനെ തമന്നസ് എങ്ങനെ പടപ്പ് ഫുള്ള് തമന്നസാണോ? ഈ തമന്നസ് ഇങ്ങനെ കൊടുക്കുന്ന മ്യൂസിക്കുകൾ അതൊരു രക്ഷയില്ല കേട്ടോ. నా చూపుడు అనుమతి లేనిదా అమాయకుల ప్రాణాలు చేస్తావా? അതല്ല, ഞാൻ ഇത് രണ്ടും കണ്ടിട്ട് അന്തം വിട്ടു. ഒന്ന് പാവമായി, ഒന്ന് പാവമായി. മ്യൂസിക്കായി മ്യൂസിക് കേട്ടിട്ട് പൊന്തി. മ്യൂസിക് തമന്നസിന്റെ മോനെ ഇങ്ങനെ കൊടുക്കുന്ന മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടോ. എജാതി മ്യൂസിക്. അവിടെ സീൻ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ മ്യൂസിക്കിലായിട്ട് മുഴുകി ഞാൻ. ഓക്കെ അവിടെ സൗണ്ട് ഒന്നും ഉണ്ടാക്കണം. മ്യൂസിക്കിന്റെ പൊലിയോ ప్రాణాలు చేస్తావా? എന്റെ മോനെ എജാതി BGM. ആ BGM എന്താ സാധനം? പക്ക റിയൽ സാധനം. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാ നിങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞ. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ദാൻ ആദിപുരുഷ്. മോനെ ഗോഡ് ഓഫ് മാസസ് ആണ്. അഖണ്ഡ 2 എന്നാണ്. 2 എന്ന് കണ്ടപ്പോ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടോ താണ്ഡവം. చదివిన శరభం యుద్ధానికి దిగింది. ഹാപ്പി ബർത്ത്ഡേ എന്നോ? മോനെ ഈ BGM അതൊരു BGM ആയിരുന്നു. അപ്പൊ അത്രയാണോ നമ്മൾ കണ്ടത്? ഡീറ്റെയിൽസിക്ക് വരാം. ഓക്കെ, ആദ്യം ഞാൻ തമന്നസിനെ വാഴ്ത്തും. കാരണം അങ്ങേറ്റത്തിൽ കൊടുത്ത BGM എനിക്ക് പെരുത്തിഷ്ടായി. എജാതി സാധനം. രക്ഷയില്ല, ഒരു രക്ഷയില്ല. BGM ഒരു രക്ഷയില്ല. പിന്നെ ബാലയുടെ ഒരു ടൈപ്പ് മൂവീസ് നമുക്കറിയാലോ. ആൾ എങ്ങനെയാണ് മൂവീസ് എടുക്കാതെ എങ്ങനെയാണ് ആളുടെ മൂവീസ് വരാറുള്ളത്.
ആ ഒരു ഞാനും ഇതുവരെ ആളുടെ ഒരു മൂവി ഫുള്ളായിട്ട് ഇത് കണ്ടിട്ടില്ല. ഞാൻ കുറെ ക്ലിപ്പുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ട്ടോ. അത് വേറെ വിഷയം. പക്ഷേ ഇതിന് ഒരുപാട് ആരാധകരുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. ഞാൻ അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. കുറെ കാര്യങ്ങള് ചാരിറ്റി ആയിക്കോട്ടെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യനാണ്. അതുപോലെ നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ആളാണ്. പക്ഷേ എന്ത് ചെയ്യും, ഈ ഒരു ടൈപ്പ് മൂവീസാണ് മിക്ക ആരാധകർക്കും അവിടുത്തെ ആരാധകർക്ക് വേണ്ടത്. ആ ഒരു ടൈപ്പ് ഇറക്കി വിടും. അവര് അത് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കുന്നു. അഫ്കോഴ്സ് ബിസിനസ് മാറ്റേഴ്സ്, നത്തിങ് എൽസ്. ഓക്കെ, അപ്പോ അങ്ങനത്തെ ടൈപ്പ് മൂവീസാണ് അവര് പൊതുവെ. ഞാൻ ബാലയുടെ കൂടുതൽ അങ്ങനത്തെ മൂവീസാണ് കണ്ടിട്ടുള്ളത്. അതിലൊന്നും വേറിട്ട ഒരു സാധനമായിരുന്നു എന്നാണ് ഡാക്കു മഹാരാജ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോ എന്തായാലും ആ ഒരു ടൈപ്പ് ആയിട്ട് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. പക്ഷെ ഇതിന്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ആദ്യ ക്വസ്റ്റ്യനെക്കാട്ടി അടിപൊളിയായിട്ട് നിൽക്കുന്നത്. എന്തായാലും VFX കാര്യങ്ങളൊക്കെ ചെയ്തത് എന്തായാലും ആദ്യ ക്വസ്റ്റ്യനെക്കാട്ടി അടിപൊളിയാണ്. അയ്യോ, 400 കോടി പടം അതുപോലെ ഒന്നല്ല, അതിനെക്കാട്ടി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പോ അതാണ് അഖണ്ഡ 2-നെ കുറിച്ച് പറയാനുള്ളത്. ഇതാരാ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് നോക്കാം. വെറുതെ പറ്റാതെ ബോയാപ്പതി ശ്രീനു, അതാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് തോന്നുന്നുണ്ട്. തമന്നസ് ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. അതൊരു രക്ഷയില്ലാത്ത ആള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. പടത്തിനില്ല, പടത്തിന്റെ ടീച്ചറിനെ കുറിച്ചിട്ട്. അപ്പൊ നിങ്ങളെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ. നിങ്ങൾക്ക് ഈ ടീച്ചർ ഇഷ്ടപ്പെട്ടോ, ഇതിന്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടോ, തമന്നസിന്റെ വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.